നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഫോർബ്സ് ബില്യണിയർ പട്ടികയിൽ ശതകോടീശ്വരന്മാരിൽ ഒന്നാമൻ എലോൺ മസ്ക് തന്നെയാണ്. നമുക്കറിയാം, ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം മസ്ക് ആണ് ട്രംപ് എടുക്കുന്ന പല തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് പൊതുവെ ഒരു ആരോപണമുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ശരിക്കും ആരാണ് ഈ എലോൺ മസ്ക്? എലോൺ മസ്ക് ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്തിരുന്നു. പിന്നെ US സിറ്റിസൺഷിപ്പ് എനിക്ക് 2002 തൊട്ടാണ് US സിറ്റിസൺ ആയത്. എലോൺ മസ്ക് പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കുറെ കമ്പനികൾ തുടങ്ങി. അതിൽ നമുക്കറിയാൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനി ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം, ട്വിറ്റർ, എക്സ് എന്ന് പറയുന്നതാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരു കമ്പനി തുടങ്ങിയത് Zip2 എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി തുടങ്ങി. ഈ Zip2 ഒരു ഓൺലൈൻ പേയ്മെന്റ്, x.com എന്നാണ് തുടങ്ങി, ഒരു ഓൺലൈൻ പേയ്മെന്റ് കമ്പനി തുടങ്ങി. അത് കഴിഞ്ഞ് പേപാൽ, നമ്മളെല്ലാം കേട്ടിട്ടുണ്ടോ, പേപാൽ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി വെച്ചത് ഒരു മസ്കിന്റെ ഒരു കമ്പനിയായിരുന്നു. അത് അദ്ദേഹം US സിറ്റിസൺ ആയ അന്ന് തൊട്ടാണ് തുടങ്ങിയത്. 2002 മസ്ക് സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി. നമുക്കറിയാം എല്ലാവർക്കും, ഇപ്പോൾ ഈ റീസെന്റ് സുനിത വില്യംസിനെയും ബാക്കി ആസ്ട്രോനോട്ട്സിനെയും തിരിച്ചു കൊണ്ടുവന്നത് സ്പേസ് എക്സിനെയാണ്. സ്പേസ് എക്സ് വളരെ ഒരു റീയൂസബിൾ റോക്കറ്റ്സും മറ്റേ കമേഴ്ഷ്യൽ സ്പേസ് ഫ്ലൈറ്റ്സ് എല്ലാം ഉപയോഗിച്ച് വളരെ ഒരു വലിയ റെവല്യൂഷൻ നടത്തിയിട്ടുണ്ട്. ബിക്കോസ് US ഇപ്പോൾ നാസ വല്ലാണ്ട് വീക്കായിപ്പോയി. അവരുടെ അടുത്ത് സ്പേസിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള റോക്കറ്റുകളൊന്നും ഇല്ല. ഇപ്പോൾ അവരെ ഇപ്പം നമ്മുടെ ഇസ്രോന്റെ മാതിരി തന്നെ, ഇസ്രോയിൽ ഇപ്പോൾ മിക്കതും പ്രൈവറ്റ് സെക്ടറാണ് ഇസ്രോന് വേണ്ടി ചെയ്യുന്നത്. ഇസ്രോ അത് അസംബിൾ ചെയ്യും, ലോഞ്ച് ചെയ്യും. ഇസ്രോന്റെ ഒരു കൺട്രോൾ ഉണ്ട്. അതാണ് നാസയും ചെയ്യുന്നത്. പ്രൈവറ്റ് പ്ലേയേഴ്സ് വരും, പ്രൈവറ്റ് പ്ലേയേഴ്സ് റോക്കറ്റ് വയ്ക്കും, അവർ ലോഞ്ച് ചെയ്യും. അതിന്റെ കൺട്രോൾ എല്ലാം നാസയുടെ കയ്യിലാണ്. അതേമാതിരി എവിടെയും ഇന്ത്യയിലും അത് തന്നെയാണ്. പ്ലസ് ഈ മസ്കിന്റെ അത് കഴിഞ്ഞിട്ട് ഓപ്പൺ AI, നമ്മളെല്ലാവരും ഇപ്പോൾ ChatGPT എന്നൊക്കെ കേട്ടിട്ട് കമ്പനി ഉണ്ടല്ലോ. ഈ ഓപ്പൺ AIന്റെ തുടങ്ങുന്ന സാം ആൾട്ട്മാന്റെ കൂടെ തുടങ്ങിയത് 2015 പക്ഷെ അദ്ദേഹം അതിന്റെ ഒരു അവരായിട്ടൊരു എന്താ പറയുക, ഒരു ഡിഫറൻസ് ഒപ്പീനിയൻ ഉള്ള കാരണം 2018 AI വിട്ടുപോയി, ഓപ്പൺ AI വിട്ടുപോയി, കമ്പനി വിട്ടുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കമ്പനിയുടെ ബോർഡിൽ മെമ്പറായി. 2016 ഈ ന്യൂറാലിങ്ക് കമ്പനി തുടങ്ങി വെച്ചത്. അതൊരു വളരെ നല്ല ടെക്നോളജിയാണ്. ബിക്കോസ് നമുക്ക് ഈ ആൾക്കാർക്ക്, കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ന്യൂറാലിങ്ക് ഒരു ചിപ്പ് വെച്ചിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ബ്രെയിനിന്റെ കൂടെ ഒരു കോൺവെർസേഷൻ നടക്കുന്ന വലിയൊരു ടെക്നോളജി. അത് പറഞ്ഞു വരാൻ നമുക്ക് അത്ര സമയം ഇങ്ങനത്തെ ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ഫോറത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഈ മസ്കിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള എലോൺ മസ്കിന്റെ ഇപ്പോഴത്തെ കാണുന്ന നമ്മൾ സ്പേസ് എക്സ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം വേറൊരു കമ്പനി തുടങ്ങിയായിരുന്നു. അതായിരുന്നു ബോറിംഗ് കമ്പനി എന്നിട്ട്. അത് ഈ ബോറിംഗിന്റെ ഒരു വേറെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ന്യൂറാലിങ്ക് വേറെ, സ്പേസ് എക്സ് വേറെ, പിന്നെ ട്വിറ്ററും ഉണ്ട്. ട്വിറ്റർ പിന്നെ എല്ലാവർക്കും അറിയാലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സക്സസ്ഫുൾ പ്രോജക്റ്റ് ട്വിറ്റർ ആയിരുന്നു. പക്ഷേ മസ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ കണ്ടുവരുന്നത് പ്രസിഡന്റ് ട്രംപിനെ ഈ എലക്ഷൻ, ദാറ്റ് ഈസ് 2024 എലക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് മസ്ക് സപ്പോർട്ടിന് ഇറങ്ങി. ബാക്കി നമ്മളെപ്പോഴും കാണും ബിസിനസ്സുകാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ സൈഡിൽ നിന്ന് അപ്പപ്പോൾ കൈയടിക്കുന്നല്ലാണ്ട് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കുന്നല്ലാണ്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങില്ല. അവർക്കൊരു റിസ്ക് ആണ്. നമുക്കറിയാം, മസ്കിന്റെ ഏറ്റവും വലിയ കമ്പനിയാണ് ടെസ്ല, കാറിന്റെ ബാറ്ററി ഓപ്പറേറ്റഡ് സെൽഫ് ഓപ്പറേറ്റഡ് കാർസ്. അപ്പൊ നമ്മളിപ്പോ കാണുന്നുണ്ട്, ഇപ്പൊ ഈ ട്രംപ് ജയിച്ചു വന്നപ്പോ ട്രംപിന് എലോൺ മസ്ക് നല്ല കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു ദിവസം 18 മണിക്കൂർ വർക്ക് ചെയ്യുന്നവർ, ഓഫീസിന്റെ സോഫയിൽ കിടന്ന് ഉറങ്ങുന്ന പറയുന്ന രാത്രി. അങ്ങനത്തെ ഒരാളാണ്. വളരെ ഫ്രൂഗലായിട്ടുള്ള ആൾ. ടീഷർട്ട് ഇട്ടിട്ടും ഒരു ജീൻസ് ഇട്ടുള്ള ആളെപ്പോഴും കാണുക നമ്മൾ. അങ്ങനത്തെ ഒരു പുതിയ ടെക്നോളജി, പുതിയ കമ്പനികൾ തുടങ്ങണം അങ്ങനത്തെ ഒരു വിചാരമുള്ള ആളാണ്. അപ്പോഴാണ് ട്രംപിന് മനസ്സിലായത് US ഗവൺമെന്റ് ഡെഫിസിറ്റ് $73 ട്രില്യൺ ആണ്. $73 ട്രില്യൺ. അതിനിങ്ങനെ കുറയ്ക്കുക. അതിന്റെ മെയിൻ പ്രോബ്ലം അവിടുത്തെ സർക്കാർ, ഈ പറഞ്ഞ മാതിരി ഗവൺമെന്റ് എംപ്ലോയീസ്, നമ്മുടെ അടുത്ത് അറിയാലോ, സെക്രട്ടേറിയറ്റും ബാക്കി സ്ഥലത്ത്, അവരെ വീട്ടിലേക്ക് വെട്ടിമാറ്റി കംപ്ലീറ്റ് ആയിട്ട് അത് റെഡ്യൂസ് ചെയ്ത് ഈ ഗവൺമെന്റ് ഈ പറഞ്ഞ മാതിരി വേജ് ബിൽ, ശമ്പളം കൊടുക്കേണ്ട ബില്ല് കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഡോജ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അത് തുടങ്ങി വെച്ചു. അതിലാണ് കണ്ടുപിടിച്ചത് US ഗവൺമെന്റ് കാശ് എങ്കിടാ പോണേന്ന് ഒരു കണക്കുമില്ല. അപ്പോൾ മസ്ക് എന്താ ചെയ്തത്, മസ്കിന്റെ കൂടെയുള്ള യങ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, കുറേ പേര്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ടെക്നോളജി എഞ്ചിനീയർ, അവരെയൊക്കെ കൊണ്ടുവന്ന് ഈ കുറേ ഡിപ്പാർട്ട്മെന്റ് എന്താ നടക്കണേന്ന് കണ്ടുപിടിച്ച് അതിന്ന് ആ എംപ്ലോയീസിനെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞേക്കും. നമ്മുടെ നാട്ടിലെ മാതിരിയല്ല, ഇന്ത്യയിലെ മാതിരിയല്ല. നമ്മുടെ അവിടെ ഒരിക്കൽ ഗവൺമെന്റ് സർവീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ റിട്ടയർ ആവണ വരെ തൊടാൻ പറ്റില്ല.
അവിടെ അമേരിക്കയിൽ അങ്ങനെയല്ല, ആര് വേണേ പറഞ്ഞുകൂടാ, ഹയർ ആൻഡ് ഫയർ പോളിസിയാണ്. ഈവൻ ഇഫ് യു ആർ എ ഗവൺമെന്റ് എംപ്ലോയി ആയാലും നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അതിലൊരു വലിയ എന്താ പറയുക, ഒരു സേവിങ്സ് US ഗവൺമെന്റ്, എനിക്കൊന്ന് ഇതുവരെ $13 ട്രില്യൺ കാശ് അവർ കുറച്ച് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ കുറച്ച്. അത് മാത്രമല്ല കുറെ വേസ്റ്റ്, USAID എന്ന് പറഞ്ഞ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അവർ കുറെ കാശ് അടിച്ചു മാറ്റി. നമ്മുടെ നാട്ടിൽ തന്നെ മോദി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയ ഒരു ബോഡിയാണ് USAID, US ഗവൺമെന്റ് ആണ്. അപ്പൊ അവിടെ കാശും കൊടുത്ത് $29 ബില്യൺ കൊടുത്താണ് അവിടെ ചെയ്തതെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു അതിനെ പറ്റി. പക്ഷെ ഇതിന്റെ പിന്നിലൊക്കെ എലോൺ മസ്കിന്റെ ഒരു കൈയുണ്ട്. എങ്ങനെയാണ് ഇത് നടക്കുന്നത് കണ്ടുപിടിക്കുക, ഓഡിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് പ്രസിഡന്റ് ട്രംപിന് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യും. ഇപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, അത് വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെയും കുറെ കാശ് എങ്ങടെ പോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് ട്രംപിന്റെ ടീം കണ്ടുപിടിച്ചു, അല്ല എലോൺ മസ്കിന്റെ ടീം കണ്ടുപിടിച്ചു, ട്രംപിനെ അറിയിച്ചു. ട്രംപ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ക്യാൻസൽ ചെയ്ത് വിട്ടു, എല്ലാം സ്റ്റേറ്റ് ലെവലിലേക്ക് വിട്ടു. അപ്പോൾ എലോൺ മസ്കിന്റെ മാതിരി ഇന്ത്യയിലും വേണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിയാണ്. നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ വേസ്റ്റേജ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഗവൺമെന്റ് ഉണ്ടാവേണ്ടത് രണ്ടോ മൂന്നോ സെക്ടേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽ നടത്തുക, പ്രൈമറി ഹെൽത്ത് സെന്റർ നടത്തുക, അങ്ങനത്തെ ഇതിൽ ഡോക്ടർമാരും നഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ചെയ്യുക. അവിടെയാണ് ഗവൺമെന്റ് വരുന്നത്. ബിക്കോസ് പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റൽ അവർ നടത്തിക്കൊണ്ട് പോകും, പക്ഷെ നല്ലൊരു ഹോസ്പിറ്റൽ സിസ്റ്റം വേണ്ടെന്ന, ഹെൽത്ത് കെയർ സിസ്റ്റം. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ, അവിടെ നമ്മൾ ഗവൺമെന്റ് സ്കൂൾ വേണം. ഈ പറഞ്ഞ എയ്ഡഡ് സ്കൂൾസ് വേണമെന്നില്ല, ഗവൺമെന്റ് സ്കൂൾ വേണം. എയ്ഡഡ് സ്കൂൾസിന് ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ നമ്മൾ ഈ കേരളത്തിൽ മാത്രമേ ഇത്രയേ ഉള്ളൂ. ബാക്കി പുറത്ത് കുറെ സ്ഥലത്ത് ഇപ്പോൾ എയ്ഡഡ് സ്കൂൾസിന്റെ ടീച്ചർമാരെ കുറച്ചുകൊണ്ട് വരികയാണ്. അവർ റിട്ടയർ ആയ സ്ഥലത്ത് അവർ ആരും റിക്രൂട്ട് ചെയ്യുന്നില്ല ഈ എയ്ഡഡ് സ്കൂളുകൾ. അപ്പൊ അതൊരു. പിന്നെ മൂന്നാമത്തത് ഇൻഫ്രാസ്ട്രക്ചർ, എസ്പെഷ്യലി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, നാട്ടുപ്രദേശത്തെ റോഡ്, പാലങ്ങൾ, അവിടുത്തെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, അവർക്ക് വേണ്ട കർഷകർക്ക് വേണ്ട സപ്പോർട്ട്, ഇതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഗവൺമെന്റ് പണി ഈ പറഞ്ഞ മാതിരി ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ ഈ സ്റ്റീൽ കമ്പനി നടത്തുക, ടെലിഫോൺ കമ്പനി നടത്തുക, ഇത് ഗവൺമെന്റ് പണിയല്ല. അതാണ് നമ്മൾ കണ്ടത്. മോദി ഗവൺമെന്റ് വന്നപ്പോൾ തൊട്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയും മോദി ഗവൺമെന്റ് എല്ലാം വിറ്റ് തുലച്ചു. ഈ എയർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി ടാറ്റയുടെ കമ്പനിയായിരുന്നു ആദ്യം, അത് പിടിച്ചെടുത്താണ്. 10 പൈസ കൊടുക്കാണ്ട് ഇന്ദിരാഗാന്ധി പിടിച്ചെടുത്താണ്. എവിടുത്തെ മേജർ ബാങ്ക്സ് നമുക്കറിയാം, കനറ ബാങ്ക് ആയാലും സിൻഡിക്കേറ്റ് ബാങ്ക് ആയാലും വലിയ വലിയ ബാങ്കുകളെല്ലാം പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു ആദ്യം. അതിനെ മൊത്തം ഇന്ദിരാഗാന്ധി ഒരു സുപ്രഭാതത്തിൽ പോയി പിടിച്ചെടുത്ത് കംപ്ലീറ്റ് ആയിട്ട്. ഇവർ പറയും HAL നെഹ്റു തുടങ്ങിയതാണ്. HAL അല്ല, HAL ഒരു പ്രൈവറ്റ് കമ്പനിയായിരുന്നു അതിന് മുമ്പ്. അത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള കമ്പനിയാണ്. അപ്പൊ അങ്ങനെ കുറെ കമ്പനികളെ നാഷണലൈസ് ചെയ്തു നമ്മൾ. അത് അന്നൊരു സോഷ്യലിസ്റ്റ് മോഡലായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. നമുക്ക് നാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ മാതിരി വലിയ വലിയ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പക്ഷെ നമുക്കറിയാം ഇതെല്ലാം വെള്ളാനകളായി മാറി. കാശ് വെറുതെ ഗവൺമെന്റിൽ നിന്ന് കാശ് പോയിട്ടിരിക്കുകയാണ്, 10 പൈസ ലാഭം ഉണ്ടാക്കുന്നില്ല അവർ. അവിടെയാണ് എലോൺ മസ്കിന്റെ ഒരു സ്ട്രാറ്റജി വന്നത്. പക്ഷെ നമ്മുടെ ഭാരതത്തിൽ അൺഫോർച്ചുനേറ്റ്ലി മോദിജി ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നടത്തിയിട്ട് കുറെ ഡിപ്പാർട്ട്മെന്റ് മേർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഒരു അനാലിസിസ് ചെയ്താൽ മനസ്സിലാവും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ആയിരക്കണക്കിന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ ആരെന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. അതിന് ഔട്ട്പുട്ട് എന്താണ്, ഇവർക്ക് അത്ര ശമ്പളം കൊടുത്തിട്ട് ഈ ഗവൺമെന്റ് എംപ്ലോയീസ് എന്താ ഇത് കിട്ടുന്നത്, നമുക്കത് മനസ്സിലാവുന്നില്ല. ഇതാണ് അതിന് വേണ്ടത്. അതാണ് മസ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരു പുഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ. അതിന്റെ അഗെയിൻസ്റ്റ് മസ്കിന്റെ നേരെ ഒരു ക്യാമ്പയിൻ, ടെസ്ല വണ്ടികളെ കത്തിക്കുക, ടെസ്ല ഷോറൂംസിനെ അറ്റാക്ക് ചെയ്യുക, ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി വിളിച്ച് പറയുക. ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് US. കുറെ ഷോറൂംസ് കത്തിച്ചു, കുറെ കാറുകൾ കത്തിച്ചു. ഇപ്പൊ റോഡിൽ പോണ കാറിന്റെ കല്ലേറിയ. ഇപ്പൊ ടെസ്ലയുടെ സ്റ്റോക്ക് വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എലോൺ മസ്ക് ചെയ്ത റോള് US ഹിസ്റ്ററിയിൽ ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇനി ഇംപ്രൂവ് ചെയ്തതിന്റെ പോകാൻ പറ്റും. മസ്കിന് വേണമെങ്കിൽ 2 കൊല്ലം കൂടി ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഡിപ്പാർട്ട്മെന്റ് നടത്തും. പക്ഷെ അത് കഴിഞ്ഞ് മസ്കിന്റെ ജോലി നോക്കണം. മസ്കിന് ആ പണിയുണ്ട് കുറെ. സ്പേസ് എക്സ് ആയാലും ടെസ്ല ആയാലും ബോറിംഗ് കമ്പനി ആയാലും ന്യൂറാലിങ്ക്, ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടതാണ്. പക്ഷെ ഈ ഒരു എഫിഷ്യൻസി മൂവ് കൊണ്ടുവന്നത്, ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേരളത്തിൽ, എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് നമുക്ക്. അവരെന്താ ചെയ്യുന്നത്, അവരുടെ എഫിഷ്യൻസി എന്താണ്? കാലത്ത് വരിക, ചായ കുടിക്കുക, 10 ഫയൽ നോക്കുക, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, പിന്നെ ഒരു 10 ഫയൽ നോക്കുക, പിന്നെ ചായ കുടിക്കുക, പിന്നെ വീട്ടിൽ പോവുക. ഇതല്ല അതിന്റെ വേണ്ടത്. പണ്ട് പിണറായി വിജയൻ പറഞ്ഞ ഓരോ ഫയലിലും പിന്നിൽ ഒരു ജീവിതം ഉണ്ടെന്ന്. ഇതൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഈ ഫയൽ പുഷിങ്ങിന് ആൾക്കാർ വേണോ? നമുക്ക് ഇതാണ് വേണ്ടത്. അതോ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫോർ ഇന്ത്യൻ റെയിൽവേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേസ് നമുക്ക് വേണ്ടത് ഓപ്പറേഷണൽ സ്റ്റാഫാണ്. അത് സ്റ്റേഷൻ മാസ്റ്റർ ആവട്ടെ, എഞ്ചിൻ ഡ്രൈവർ ആവട്ടെ, ഗ്യാങ്മാൻ ആവട്ടെ,
പോയിന്റ്സ് മാൻ ആവട്ടെ, ഇവർക്ക് അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് ഓഫീസിലിരുന്ന് ഫയല് നോക്കലല്ല പണി. അതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യണം കുറെ പറ്റും. ഇപ്പൊ ഞാൻ പറയാം, ഹൈദരാബാദിലാണ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇവിടെ അടിച്ചു വരുന്നത് കംപ്ലീറ്റ് പ്രൈവറ്റ് ആണ്. സിറ്റി ആലോചിച്ച 639 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഹൈദരാബാദ് സിറ്റി കംപ്ലീറ്റ് ക്ലീനിങ്, റോഡ് ക്ലീൻ ചെയ്യലും ഈ പറഞ്ഞ മാതിരി ഗാർബേജ്, നമ്മുടെ മാലിന്യം കൊണ്ടുപോകലും എല്ലാം പ്രൈവറ്റ് ആണ്. ഇവിടെ GHMC, ദാറ്റ് ഇസ് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയയിൽ മുനിസിപ്പൽ എംപ്ലോയീസിനെ എല്ലാം മാറ്റി അവർ വേറെ ജോലിയിലിട്ടു. അപ്പൊ അത് പറ്റുന്നതാണ് സഡൻലി ഇപ്പോൾ ഏത് റോഡ് നോക്കിക്കഴിഞ്ഞാൽ നീറ്റും ക്ലീനും ആണ്. ബിക്കോസ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലാതെ അവർക്കറിയാം നാളെ പ്രൈവറ്റ് സെക്ടർ ജോലി എടുത്തില്ലെങ്കിൽ കോൺട്രാക്ടറെ കുറിച്ച് മാറ്റും, അവർ പേടിയുണ്ട്. അതാണ് മസ്കും US ചെയ്തത്. പിന്നെ മസ്കിന് കുറെ പ്ലാൻ ഉണ്ട്, മാർസിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട്, സ്പേസ് എക്സ് വെച്ച് കുറെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ മസ്ക് തന്നെ പറഞ്ഞു മാർസിൽ പോണത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നടക്കില്ല, അത് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവുക. പക്ഷെ ഒരു ഓവറോൾ പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വിവേക് രാമസ്വാമിക്ക് ഇതിന്റെ പാർട്ടായിരുന്നു ഒരു കാലത്ത് ജോർജിന്റെ, പക്ഷെ പിന്നെ അദ്ദേഹം എന്തോ കാരണത്താൽ ജോയിൻ ചെയ്തില്ല. പക്ഷെ മസ്കിനായിട്ട് ആസ് എ പേഴ്സണാലിറ്റി ഐ തിങ്ക് ലോകം മറക്കില്ല. ബിക്കോസ് അങ്ങനെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ കാര്യം, സ്പേസ് എക്സ് ആയാലും ടെസ്ല ആയാലും ന്യൂറലിങ്ക് ആയാലും ബാക്കി ഏതായാലും ഈവൻ ഓപ്പൺ ആയാലും തുടങ്ങി വെച്ചത് അദ്ദേഹമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് പേപാൽ പേയ്മെന്റ് സിസ്റ്റംസിൽ ഇതൊക്കെ ഓരോ സമയത്ത് അതിനായുള്ള റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പറഞ്ഞ മാതിരി യങ്സ്റ്റേഴ്സിന് ഇതൊക്കെ അറിയായിരിക്കും. ഇപ്പോഴത്തെ യങ് ജനറേഷന് മസ്കിനെ പറ്റി, മസ്ക് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഇപ്പോഴും അതിനൊരു അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഓൾഡർ ജനറേഷന് പോസിബിൾ ഇതൊന്നും അറിയില്ല. അവിടെ നടത്തിയ അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അവിടെ വരുന്ന ചില മാധ്യമങ്ങളിൽ ഓരോ ന്യൂസ് കിട്ടുന്ന കേരളത്തിൽ അത് മാത്രമേ ഇവർക്ക് അറിയുന്നുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞു വന്ന ഈ പറഞ്ഞ ഒരു സ്റ്റോറി എനിക്ക് തോന്നുന്നത് അവിടുത്തെ യങ്സ്റ്റേഴ്സ് ഇതിനൊന്ന് അനലൈസ് ചെയ്ത് എന്താണ് മസ്ക് ചെയ്യണമെന്ന് നമുക്ക് നാട്ടിൽ അതേമാതിരി ചെറിയ ചെറിയ കമ്പനികൾ തുടങ്ങിക്കൂടെ. ഞാൻ പറയാം, ഹൈദരാബാദിൽ സ്കൈ റൂട്ട് ടെക്നോളജീസ് എന്ന കമ്പനി ഉണ്ട്. ഇവിടെ ഇസ്രോന്റെ കുറെ റോക്കറ്റ്, ഇസ്രോയിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുറെ റോക്കറ്റ് വിടും. അങ്ങനെ കുറെ സോഫ്റ്റ്വെയർ കമ്പനി മാത്രമല്ല, നമ്മൾ ഈവൻ സ്പേസിലേക്കുള്ള കമ്പനികൾ നമ്മുടെ അടുത്ത് കുറെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദിൽ ഒരു HR സോഫ്റ്റ്വെയർ കമ്പനി ഡാർവിൻ ബോക്സ് എന്ന് പറഞ്ഞ തുടങ്ങി. അവര് ഒരു വലിയൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു, അറ്റൻഡൻസ് സിസ്റ്റമും അതും ഇതൊക്കെയായിട്ട്. ഐ എം ഷുവർ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പ് മിഷൻസ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് കേരള ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞാനും പണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കൊച്ചിയിൽ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ പുതിയ ഇപ്പോഴത്തെ ഒരു ജനറേഷന് വേണ്ടത് അതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സർക്കാർ ജോലി എന്ന് പറഞ്ഞ പിന്നിൽ നടക്കുന്നതാണ്. എന്താ പറയാ, ഓരോ എക്സാം പരീക്ഷയൊക്കെ എഴുതി അതിന് റിസൾട്ട് കാത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അവർക്ക് സർക്കാർ ജോലിയല്ല വേണ്ട, അവർക്ക് അവരായിട്ട് ഒന്നിങ്ങനെ തുടങ്ങി വേറൊരു എലോൺ മസ്കായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ചെയ്യേണ്ടത്. യെസ്, വ്യക്തമാണ്. സാറ് പറഞ്ഞതിലുള്ള ഒരു പോയിന്റ് അതാണ്. ഓൾഡ് ജനറേഷൻ ഒന്നും ചിലപ്പോൾ മസ്കിനെ കുറിച്ച് അറിയില്ലായിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എല്ലാവരും മസ്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എലോൺ മസ്കിന്റെ നിർമ്മാണ പ്ലാന്റുകൾ ഇന്ത്യയിലും ആരംഭിക്കാനുള്ള പദ്ധതികളുണ്ട്. ട്രംപും മോദിയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. മസ്ക് എന്ന് പറയുന്ന വ്യക്തി ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കാനിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് തന്റെ കാലത്ത് നടന്നില്ലെങ്കിൽ ഭാവിയിൽ താനത് തന്റെ കാലശേഷമെങ്കിലും നടത്തിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ ടെക്നോളജിയെ വളർത്തും എന്ന് പറയുന്ന ശതകോടീശ്വരൻ. വ്യക്തമാണ് സർ. താങ്ക് യു.